ഇന്ന് നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന നമ്മുടെ നാട്ടിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ, വിശേഷങ്ങൾ എന്നൊക്കെയുള്ളതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ആദ്യം കാണാം നാട്ടിൽ എന്തുണ്ട്. ഒരു ഗ്രാമത്തിൻ്റെ ആകെ ഒരുപാട് കാലത്തെ അവരുടെ ഒരു ആഗ്രഹം, അവരുടെ ഒരു വലിയ ആവശ്യം നടന്നതിൻ്റെ സന്തോഷത്തിലെ ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. വേമ്പനാട്ട് കായലിൻ്റെ കുറുകെ പണി പൂർത്തിയാകുന്ന പെരുമ്പളം പാലത്തിന് പ്രദേശവാസികളുടെ ജീവന്റെ തന്നെ വിലയുണ്ട്. ജലഗതാഗതത്തിലൂടെ മാത്രം പുറം ലോകത്തേക്ക് എത്താൻ കഴിയുമായിരുന്ന ആയിരക്കണക്കിന് മനുഷ്യരുടെ ദുരിതയാത്രയാണ് പാലം പണി പൂർത്തിയാകുന്നതോടെ അവസാനിക്കുന്നത്. പെരുമ്പളം ഗ്രാമദ്വീപിനെ അരൂക്കുറ്റി പഞ്ചായത്തുമായി ബന്ധിപ്പിക്കുന്ന പാലം 100 കോടി രൂപ ചെലവഴിച്ചാണ് സർക്കാർ നിർമ്മിക്കുന്നത്. പെരുമ്പളം ദ്വീപ് നിവാസികളുടെ ചിരകാല അഭിലാഷമായ പാലമാണ് നിർമ്മാണം പൂർത്തിയാകുന്നത്. 1115 മീറ്ററാണ് നീളം. പാലത്തിന്റെ അന്തിമഘട്ട ജോലികളും അപ്രോച്ച് റോഡും ഏറെക്കുറെ പൂർത്തിയായി. സംസ്ഥാനത്തെ തന്നെ കായലിലൂടെയുള്ള ഏറ്റവും നീളമേറിയ പാലമാകും പെരുമ്പളം പാലം. 1.5 മീറ്റർ നടപ്പാത ഉൾപ്പെടെ 11 മീറ്ററാണ് വീതി. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ജി സുധാകരൻ പൊതുമരാമത്ത് മന്ത്രിയായിരിക്കെയാണ് കിഫ്ബിയിൽ നിന്ന് 100 കോടി രൂപ ചെലവഴിച്ച് നിർമ്മാണം ആരംഭിച്ചത്. അടിയന്തര രോഗ സാഹചര്യങ്ങളിൽ പോലും മണിക്കൂറുകൾ ബോട്ടിലോ ജങ്കാറിലോ സഞ്ചരിച്ചു വേണം പെരുമ്പളംകാർക്ക് ഒരു ആശുപത്രിയിലെത്താൻ. കായലിന്റെ ഓളങ്ങളിൽ പൊലിഞ്ഞ ജീവനുകൾ എണ്ണമറ്റതാണ്. അതുകൊണ്ട് തന്നെ ജീവന്റെ വിലയുള്ള പാലമാണ് സാക്ഷാത്കരിക്കപ്പെടുന്നത്. ഒരുപാട് ആശ്വാസം കിട്ടും, വളരെയേറെ ഉപകാരമാണ്. ഒരു ആശുപത്രി കേസ് വന്നാൽ പെട്ടെന്ന് എത്താൻ പറ്റുന്ന സ്ഥലമാണ്. കാരണം ഞാൻ അനുഭവസ്ഥനാണ്. എൻ്റെ അമ്മക്ക് തുകയെല്ലാം ഇപ്പോൾ പെരുമ്പളം ആശുപത്രിയിൽ നിന്ന് എറണാകുളത്തേക്ക് ട്രാൻസ്ഫർ ചെയ്ത്, അത് ബോട്ടിന് കയറി ഇക്കരെ വന്ന് അരുക്കുറ്റപ്പോൾ മരിച്ച്. അങ്ങനെ ഒരുപാട് ദുരിതങ്ങൾ അവിടെ ആൾക്കാർ അനുഭവിക്കുന്നുണ്ട്. ഇത് വന്നാൽ അതിനൊരു അറുതിയായി. ജീവന്റെ വിലയുണ്ട്. ഉണ്ട്. ജീവന് ഭയങ്കര വിലയാണ് പെരുമ്പളത്ത്. അതല്ലെങ്കിൽ ഈ ദ്വീപിൽ നിന്ന് എങ്ങനെ ഒരിടത്തേക്ക് പോയി രക്ഷപ്പെടും. ഇപ്പം ഇത് വന്നത് കൊണ്ട് വളരെ ആശ്വാസമാണ് ആൾക്കാർക്ക്. ഒരു സമയം കഴിഞ്ഞാൽ ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യരുടെ അരക്ഷിതാവസ്ഥയ്ക്ക് കൂടിയാണ് വിരാമമാകുന്നത്. ജങ്കാറിനാണ് ഇപ്പോൾ പോന്നിട്ടിരിക്കുന്നത്. പാലം വന്നു കഴിഞ്ഞാൽ നമുക്ക് സുഖമാണ്. ഇപ്പോൾ അവിടെ ഒരു ആഘോഷ പരിപാടി തന്നെ പങ്കെടുക്കാൻ പറ്റില്ല. ഉത്സവങ്ങളായാൽ തന്നെ 9 മണി വരെ ജങ്കാറുള്ളൂ. ജങ്കാർ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോരാൻ പറ്റില്ല. പാലമാണെങ്കിൽ നമുക്ക് ഉത്സവാഘോഷങ്ങളും അവിടെയും നല്ല ഡെവലപ്പാവും. ഇങ്ങോട്ടും ആൾക്കാർ വരും, ടൂറിസ്റ്റുകാരൊക്കെ വരും, നല്ല ഇതായിരിക്കും. 2016-17 വർഷത്തെ സംസ്ഥാന ബജറ്റിലെ പദ്ധതിയുടെ ഭാഗമായി 4.86 കോടി രൂപ തന്നെ സ്ഥലമേറ്റെടുപ്പിന് വേണ്ടി വന്നിരുന്നു. ഊരാളുങ്കൽ സൊസൈറ്റിയാണ് നിർമ്മാണ കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. വടുതല ജെട്ടി ഭാഗത്തു നിന്ന് തുടങ്ങുന്ന പാലം അവസാനിക്കുന്നത് പെരുമ്പളത്തെ പെരിഞ്ചിറക്കരയിലാണ്. തെരുവിളക്കുകൾ സ്ഥാപിക്കൽ, പെയിന്റിംഗ് ജോലികൾ എന്നിവ പൂർത്തീകരിക്കാനുണ്ട്. വില്ല് സ്ട്രിംഗ് ആർച്ച് പാലമായ പെരുമ്പളം പാലം വിനോദസഞ്ചാരികളെ കൂടി ആകർഷിക്കുന്ന അതിമനോഹരമായ ഒരു സ്പോട്ടായി ഇപ്പോഴേ തന്നെ മാറിയിട്ടുണ്ട്. പെരുമ്പളം പാലം പൂർത്തിയാകുമ്പോൾ ഒറ്റപ്പെടലിന്റെ തുരുത്തിൽ നിന്ന് ഒരു ജനത മോചിപ്പിക്കപ്പെടും എന്ന് മാത്രമല്ല, കേരളത്തിന്റെ ടൂറിസം രംഗത്തു കൂടി വലിയ സാധ്യതകളാണ് ഈ നിർമ്മാണം നൽകുന്നത്. പെരുമ്പളത്തു നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ. അതുകൊണ്ടാണ് അവിടുത്തുകാരുടെ ജീവന്റെ വിലയുണ്ട് ആ പാലത്തിന് എന്ന് പറയുന്നത്. എത്രയോ കാലമായി അവർ ഒറ്റപ്പെട്ട് അരക്ഷിതാവസ്ഥയിൽ ജീവിച്ച ഒരു ജനതയാണ്. എന്തായാലും അവർക്ക് ആശ്വാസമായി, വലിയ ആശ്വാസമായിരിക്കുകയാണ് പാലം വന്നത്. അതോടൊപ്പം ശരണ്യ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്തെ തന്നെ കായലിലൂടെയുള്ള ഏറ്റവും നീളം കൂടിയ പാലമായി പെരുമ്പളം പാലം മാറിയിരിക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ ഇടുക്കി ചെമ്പകപ്പാറയിലേക്ക് പോയാൽ അവിടെ ഒരു നടപ്പാലം അപകടത്തിലായിട്ട് ഒരുപാട് കാലമായിരിക്കുകയാണ്. കൈവരി ഇല്ലാത്തതിനാൽ ഏത് സമയവും അപകടം സംഭവിക്കാം എന്ന നിലയിലാണ് കാര്യങ്ങൾ. കഴിഞ്ഞ പ്രളയകാലത്താണ് ഈ പാലം തകർന്നത്. വാത്തിക്കുടി, കൊന്നത്തടി ഗ്രാമപഞ്ചായത്തുകൾ ബന്ധിപ്പിക്കുന്നതാണ് പാലം. ചിന്നാറിന് കുറുകെയാണ് നടപ്പാലം. കൈവരിയില്ലാത്തതിനാൽ ഏത് സമയവും അപകടം സംഭവിക്കാം. ജീവൻ പണയം വെച്ച് വേണം യാത്രയെന്ന് നാട്ടുകാർ. എൻ്റെ കൊച്ചുമകനും എല്ലാം ഈ കൊന്നത്തടി പഞ്ചായത്തിൽ നിന്ന് ഞങ്ങൾ വാത്തിക്കുടി പഞ്ചായത്തിലാണ് ഞങ്ങൾ സ്കൂള്. അപ്പോൾ അവിടുന്ന് വീട്ടിൽ ഇരുന്നാൽ ഉറപ്പല്ല ഈ കുഞ്ഞുങ്ങളെ വിട്ടേച്ച്. അതുകൊണ്ട് ഇവിടെ ഇതിന് കൈവിരി വേണമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ അതിനൊരു അന്വേഷണമോ കാര്യങ്ങളോ വന്നിട്ടില്ല. ജില്ലാ പഞ്ചായത്ത് നിർമ്മിച്ചതാണ് പാലം.
ആദ്യം കൈവരിയുണ്ടായെങ്കിലും പ്രളയത്തിൽ ഒലിച്ചുപോയി. വാത്തിക്കുടി, കൊന്നത്തടി ഗ്രാമപഞ്ചായത്തുകൾ ചേർന്ന് പാലം പുനർനിർമ്മിക്കുമെന്ന വാക്കും പാഴായി. നാളിതുവരെയായിട്ടും ജനപ്രതിനിധികൾ പലരും ഈ പാലത്തിന്റെ കൈവരിക്ക് പൈസ അനുവദിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രത്യേകിച്ച് കൊന്നത്തടി, വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിന്റെ അതിർത്തിയിലുള്ള മെമ്പർമാർ നാളിതുവരെയായിട്ടും ഈ പാലത്തിന്റെ കൈവരിക്ക് വേണ്ടി 1 രൂപ പഞ്ചായത്തുകൾ അന്വേഷിച്ച് പറയാൻ കഴിഞ്ഞത് അനുവദിച്ചിട്ടില്ല എന്നാണ്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ദിവസവും ഈ പാലത്തിലൂടെ നടന്നു പോകുന്നത്. മഴക്കാലത്ത് ചിന്നാർപ്പുഴ കരകവിഞ്ഞൊഴുകുമ്പോൾ ഭീതിയോടെ വേണം യാത്ര ചെയ്യാൻ. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള അടിയന്തര ഇടപെടലാണ് ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കി ഉപ്പുതോട് ഉദയ സിറ്റി റോഡ് നന്നാക്കാത്തതിൽ നാട്ടുകാരുടെ വലിയ പ്രതിഷേധമുയരുകയാണ്. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡിന്റെ ദുരവസ്ഥ അധികൃതരെ അറിയിച്ചിട്ടും ജനപ്രതിനിധികൾ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. വാത്തിക്കുടി പഞ്ചായത്തിലെ ഏറെ പ്രധാനപ്പെട്ട പാതകളിലൊന്നാണ് ഉപ്പുതോട് മാക്കുമുക്ക് റോഡ്. വർഷങ്ങൾ പലത് കഴിഞ്ഞു റോഡ് തകർന്നിട്ട്. നിരവധി തവണ നാട്ടുകാർ ജനപ്രതിനിധികളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടും നടപടിയുണ്ടായില്ല. ഉപ്പുതോട് ഗവൺമെന്റ് UP സ്കൂള് ഇങ്ങനെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും ഈ പ്രദേശത്തെ ആളുകൾ, അതുകൂടാതെ ഉപ്പുതോട് യൂണിയൻ ബാങ്ക്, ആയുർവേദ ആശുപത്രി, മുരിക്കാശ്ശേരി പാവനാത്മ കോളേജ്, 16-ാം ഘട്ടം ഗവൺമെന്റ് HS ഇങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് അതുപോലെ പോകുന്ന ആളുകൾ ഈ റോഡ് ശരിയാകാത്തതിന്റെ പേരിൽ വളരെ ബുദ്ധിമുട്ടുകയാണ്. റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ പ്രളയ പുനർനിർമ്മാണ പ്രവൃത്തികളിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപ നീക്കിവെച്ചിട്ടുണ്ടെന്നാണ് ഗ്രാമപഞ്ചായത്തിന്റെ വിശദീകരണം. പക്ഷേ ഈ തുക ടെൻഡർ ചെയ്തെങ്കിലും നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാനായിട്ടില്ല. കരാറുകാരും ടെൻഡർ സ്വീകരിക്കാൻ മുന്നോട്ട് വരാത്തതാണ് പ്രതിസന്ധിയെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം മിനി ഷാജി പറയുന്നു. റോഡിന്റെ പൊളിഞ്ഞ അവസ്ഥയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതിലെ ജനങ്ങൾക്ക് നടന്ന് ഇറങ്ങി പോകാൻ പോലും വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ ഫ്ലഡിന്റെ പദ്ധതിപ്പെടുത്തി ഫ്ലഡിന്റെ വർക്കിൽപ്പെടുത്തി ഒരു 10 ലക്ഷം രൂപ ഈ റോഡിന് അനുവദിച്ചിരുന്നതാണ്. പക്ഷേ ഫ്ലഡിന്റെ വർക്കായതുകൊണ്ടും മെറ്റീരിയൽസിന്റെ ഷോർട്ടേജ് കൊണ്ടുമൊക്കെ ഒരു കോൺട്രാക്ടർമാരും ഇതിന്റെ ടെൻഡർ എടുക്കാൻ തയ്യാറായില്ല. 2 പ്രാവശ്യം ടെൻഡർ ഇട്ടിപ്പോൾ കൊട്ടേഷൻ ഇട്ടിട്ടുണ്ട്. പൈസ ബില്ല് സമയത്ത് മാറിക്കിട്ടുന്നില്ല എന്നൊരു കാര്യമാണ് അവർ ഇതിനൊരു കാരണമായിട്ട് പറയുന്നത്. ഇതോടെ നാട്ടുകാർ ചേർന്ന് റോഡിൽ വാഴ നട്ട് പ്രതിഷേധിച്ചു. ആശുപത്രി ആവശ്യങ്ങൾക്ക് പോലും വിളിച്ചാൽ ഒരു ഓട്ടോറിക്ഷ ഇതുവഴി വരാറില്ല. റോഡിന്റെ നിർമ്മാണം ഉടൻ ആരംഭിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളിലേക്ക് കടക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് 18 ഇടുക്കി. സാധാരണക്കാരായ മനുഷ്യരുടെ ദൈനംദിന ജീവിതത്തെ എത്രത്തോളം ദുസ്സഹമാക്കുകയാണ് ഈ പൊട്ടിപ്പൊളിഞ്ഞ റോഡും നേരത്തെ നമ്മൾ കണ്ട കൈവരിയില്ലാത്ത ആ ചെറിയ നടപ്പാലവുമൊക്കെ. കുട്ടികളും ആശുപത്രി പോകുന്ന ആളുകളെയുമൊക്കെ കൂടുതലായി ഇത് ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. പലതവണ പരാതി നൽകിയിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ് ഈ സാധാരണക്കാരുടെ പരാതി എന്നുള്ളത്. എന്തായാലും നമ്മൾ ഈ വാർത്ത പുറം ലോകത്തേക്ക് എത്തിക്കുമ്പോഴെങ്കിലും അധികാരികളുടെ കണ്ണ് തുറക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി എന്തായാലും ഒരു പഞ്ചായത്തിന്റെ നേട്ടത്തിന്റെ വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. മാലിന്യമുക്ത പഞ്ചായത്ത് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഒരുങ്ങുകയാണ് ഇടുക്കിയിലെ അടിമാലി ഗ്രാമപഞ്ചായത്ത്. മാർച്ച് 30-നകം പഞ്ചായത്തിനെ സീറോ വേസ്റ്റ് പഞ്ചായത്താക്കി മാറ്റാനുള്ള അവസാന ഘട്ടത്തിലാണ് പഞ്ചായത്ത് അധികൃതർ. തിരക്കേറിയ അടിമാലി ടൗണിലെ വിവിധ ഭാഗങ്ങളിൽ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് പതിവായിരുന്നു. ഇതിന് ശാശ്വത പരിഹാരം കാണാൻ ഒടുവിൽ പഞ്ചായത്ത് മുന്നിട്ടിറങ്ങിയതോടെ പ്രദേശത്തെ മാലിന്യമുക്തമാക്കാനുള്ള ശ്രമങ്ങൾക്ക് ഊർജം പകർന്നു. കഴിഞ്ഞ ചില മാസങ്ങളായി നടത്തിയ ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ പൂർണ്ണമായി നിയന്ത്രിക്കാനായി. ഓടകളിലും കൈത്തോടുകളിലുമുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യലാണ് ഇനിയും ബാക്കിയുള്ളത്. അവ ഇനിയുള്ള ദിവസങ്ങളിൽ പൂർത്തീകരിക്കും. ഇതോടെ മാർച്ച് 31-നുള്ളിൽ സീറോ വേസ്റ്റ് പഞ്ചായത്ത് എന്ന ലക്ഷ്യം കൈവരിക്കാനാകുമെന്ന് അടിമാലി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നന്ദകുമാർ പറയുന്നു. അടിമാലി ഗ്രാമപഞ്ചായത്തിലും വിവിധ തെരുവുകളും സ്ഥാപനങ്ങളും എല്ലാം ക്ലീൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വന്നു. ഏകദേശം എല്ലാം 100% പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അടിമാലി ടൗണിലെ വിവിധ ഭാഗങ്ങൾ റോഡിന് ഇരുവശവുമുള്ള വേസ്റ്റുകൾ മാറ്റി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്ത് ഇടപെട്ട് എത്ര നീക്കിയാലും ആരുടെയെങ്കിലുമൊക്കെ അശ്രദ്ധ മൂലം വീണ്ടും ടൗണിൽ മാലിന്യങ്ങൾ നിറയും. ടൗണിലെ ഓടകൾ പലതും മാലിന്യം നിറഞ്ഞ സ്ഥിതിയാണ്. മലിനജലം കെട്ടിക്കിടക്കുന്നത് മൂലം ഓടകളിൽ നിന്നും ഉയരുന്ന ദുർഗന്ധം സഹിച്ചാണ് പ്രദേശവാസികൾ കഴിയുന്നത്. ആ പതിവ് ഇനി ആവർത്തിക്കില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്തിയാൽ കർശന ശിക്ഷാ നടപടികൾ ഉണ്ടാവുമെന്നും പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. ന്യൂസ് 18 അടിമാലി.
അടിമാലി പഞ്ചായത്ത് സീറോ വേസ്റ്റ് പഞ്ചായത്താകാൻ ഒരുങ്ങുമ്പോൾ അതിനുവേണ്ടിയുള്ള പ്രയത്നം ആരംഭിച്ചിരിക്കുമ്പോൾ പാലക്കാട് കപ്പൂരിലേക്ക് വന്നാൽ അവിടെ ഇപ്പോഴും മാലിന്യ കൂമ്പാരമാണ് റോഡ് സൈഡിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അലക്ഷ്യമായി മാലിന്യം വലിച്ചെറിയുന്നത് നാട്ടുകാരെ വലിയ രീതിയിലാണ് ഇവിടെ ബുദ്ധിമുട്ടിക്കുന്നത്. ആശുപത്രി മാലിന്യം ഉൾപ്പെടെയാണ് തള്ളുന്നത്. മാലിന്യ പ്രശ്നത്തിൽ അടിയന്തര ഇടപെടൽ തേടുകയാണ് നാട്ടുകാർ. കപ്പൂർ മണ്ണുംകുന്നിലെ സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തോട് ചേർന്ന പറമ്പിലാണ് മാലിന്യക്കൂന. രൂക്ഷമായ ദുർഗന്ധമാണ് പ്രദേശത്ത്. ആശുപത്രി മാലിന്യവും ഹോട്ടൽ മാലിന്യവും ഒക്കെ കൂട്ടത്തിലുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. പഴകിയ മാംസം ഉൾപ്പെടെ ചാക്ക് കണക്കിന് മാലിന്യം കുന്നുകൂടി കിടക്കുകയാണ്. പുറത്തുനിന്നൊക്കെ നോക്കുമ്പോഴത്തേക്കും ഇവിടെ എന്തൊക്കെയോ വിഷയങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ള അറിഞ്ഞ് അങ്ങനെ ഹെൽത്ത് ഇൻസ്പെക്ടറെ വിവരം അറിയിച്ചപ്പോൾ ഹെൽത്ത് ഇൻസ്പെക്ടർ ഇവിടെ വന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അതായത് നമ്മളെ കപ്പൂർ പഞ്ചായത്തിൽപ്പെട്ട സ്ഥലത്തുനിന്നല്ല ഈ സാധനം കൊണ്ടുവന്നത്. കപ്പൂർ പഞ്ചായത്ത് ഇത് അറിഞ്ഞിട്ടേ ഇല്ല. ഇത് വട്ടംകുളം പഞ്ചായത്തിലുള്ള സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് ഈ കപ്പൂർ പഞ്ചായത്ത് പരിധിയിൽ കൊണ്ടുവന്ന് ചെയ്യുന്നത്. അപ്പോൾ ഹെൽത്ത് ഇൻസ്പെക്ടർ ഇവിടെ വന്ന് നോക്കുമ്പോഴത്തേക്ക് ആസ്പത്രി മാലിന്യങ്ങളും സാധനങ്ങളൊക്കെ ഉണ്ടെന്നുള്ളതാണ്, സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെ ചാക്കിൽ കെട്ടി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. മഴ പെയ്താൽ പ്രദേശത്തെ കുടിവെള്ള സ്രോതസ്സുകളിലേക്ക് മലിനജലം ഒഴുകിയെത്തും. സമീപത്തെ വീടുകളിൽ ഈച്ചശല്യവും കൂടിയിട്ടുണ്ടെന്നും പരാതി. ആശുപത്രി മാലിന്യങ്ങൾ ഇതും കാട്ടി കച്ചറയായിട്ടത്ര ഇവിടെ കിടന്നിരുന്നു. ഇപ്പോൾ അവിടെ അയൽവാസികൾ പറയുന്നുണ്ട് ഈ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ അതിൽ വലിയ മണീച്ച പോലത്തെ വലിയ ഈച്ചകളുണ്ടല്ലോ, അത് ഇപ്പോൾ വന്നിരിക്കുകയാണ്, കുട്ടികൾക്ക് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട്. നാട്ടുകാരുടെ പരാതിയിൽ കഴമ്പുണ്ടെന്ന് അധികൃതരും പറയുന്നു. സംഭവത്തിൽ സ്ഥാപന ഉടമയ്ക്ക് 10,000 രൂപ പിഴയും മാലിന്യം നീക്കം ചെയ്യാനും നോട്ടീസ് നൽകി. മാലിന്യം പൂർണ്ണമായി മാറ്റിയില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കുമെന്ന നിലപാടിലാണ് നാട്ടുകാർ. ന്യൂസ് 18 പാലക്കാട്. മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞം സർഗാത്മകമാക്കി എറണാകുളം മരട് നഗരസഭ. ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ട് മനോഹരമായ ബോധവൽക്കരണ ഇല്ലുസ്ട്രേഷനുകൾ തീർത്തിരിക്കുകയാണ് ഇവർ. പ്ലാസ്റ്റിക്കിന്റെയും പുനരുപയോഗ സാധ്യമല്ലാത്ത വസ്തുക്കളുടെയും ഉപയോഗം പരമാവധി കുറയ്ക്കാനുള്ള ബോധവൽക്കരണം ലക്ഷ്യമിട്ടാണ് തീമാറ്റിക് സ്റ്റീൽ എന്ന ആശയത്തിലേക്ക് മരട് നഗരസഭ എത്തിയത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പരിസ്ഥിതിക്കുണ്ടാക്കുന്ന ആപത്തുകളെക്കുറിച്ച് കാഴ്ചക്കാരെ ബോധവൽക്കരിക്കുന്നവയാണ് ഈ നിർമ്മിതികൾ. പ്ലാസ്റ്റിക്കിന്റെ ക്രമാതീതമായ ഉപയോഗം ഭാവിയിൽ ശുദ്ധജലത്തിൽ പോലും പ്ലാസ്റ്റിക് അംശങ്ങൾ കണ്ടു തുടങ്ങുമെന്ന ആശങ്കയും പങ്കുവയ്ക്കുന്നു. പൈപ്പിൽ നിന്നും വെള്ളത്തിന് പകരം പ്ലാസ്റ്റിക് ഒഴുകുന്ന വേറിട്ട ആശയം. വഴിയോരത്തു നിന്നും ശേഖരിച്ച പ്ലാസ്റ്റിക് ബോട്ടിലുകൾ കൊണ്ടാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ട് നിർമ്മിച്ച വഞ്ചിയും വേറിട്ട കാഴ്ചയാണ്. നഗരസഭയിലെ കണ്ടിജന്റ് ജീവനക്കാരാണ് ഇല്ലസ്ട്രേഷനുകൾ നിർമ്മിച്ചത്. നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് നിർമ്മാണം. ഒന്ന്, നമ്മുടെ ഇന്നത്തെ വരാൻ പോകുന്ന നമ്മുടെ ഈ ഭാവിയെ ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്ന നമ്മുടെ പുഴകളും അതുപോലെ ജലാശയങ്ങളും എല്ലാം പ്ലാസ്റ്റിക് കൊണ്ട് നിറയുമ്പോൾ നാളുകളിലേക്ക് നമ്മൾ കുടിക്കുവാൻ ആശ്രയിക്കുന്ന പുഴയിലൂടെ ഒഴുകി വരുന്ന പ്ലാസ്റ്റിക് മാലിന്യം, ആ മാലിന്യം നമ്മുടെ ടാപ്പ് തുറക്കുമ്പോൾ നമ്മുടെ ഈ കുടിക്കുന്ന വെള്ളം അല്ലെങ്കിൽ നമ്മുടെ കുടിക്കാൻ എടുക്കുന്ന വെള്ളപാത്രങ്ങളിലേക്ക് പ്ലാസ്റ്റിക് ആകും നാളുകളിൽ ഉണ്ടാകുന്നത് എന്നാണ് അവരുടെ ആശയം പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഇതോടൊപ്പം ജലാശയങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നവരിൽ നിന്നും പിഴയും ഈടാക്കുന്നുണ്ട്. മാലിന്യം നിക്ഷേപിച്ചവരെ കുറിച്ചുള്ള വിവരം നൽകുന്നവർക്ക് സമ്മാനവുമുണ്ട്. അത് ഈ വരാൻ പോകുന്ന നമ്മുടെ ആളുകൾക്ക് ഒരു ബോധവൽക്കരണം. കാരണം നിലവിൽ നിയമം കൊണ്ട് തന്നെ ഒത്തിരിയേറെ കർശനമാക്കിയിട്ടുണ്ട്. കാരണം പുഴയിൽ ജലാശയങ്ങളിൽ മാലിന്യം വലിച്ചെറിഞ്ഞാൽ 1 ലക്ഷം രൂപ വരെ പിഴ ഇന്ന് നിലവിൽ ഈടാക്കുന്നുണ്ട്. പക്ഷേ ഇത്രമാത്രം പിഴകൾ ഈടാക്കിയിട്ടും ഇത്രമാത്രം സൗകര്യങ്ങൾ ആളുകൾക്ക് കൊടുത്തിട്ടും ഇത് കൃത്യമായി ഉപയോഗിക്കാത്തത് കൊണ്ടാണ് ഇതുപോലുള്ള ബോധവൽക്കരണം നഗരസഭ മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നിരവധി പദ്ധതികൾ നഗരസഭ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പുഴകളെയും ജലസ്രോതസ്സുകളെയും കടലിനെയും സംരക്ഷിക്കുക, അതുവഴി വരും തലമുറയെ സുരക്ഷിതരാക്കുക, ഈ ദൌത്യത്തിനോടൊപ്പം കൈകോർക്കുകയാണ് മരട് നഗരസഭ. ന്യൂസ് 18 കൊച്ചി. നമ്മൾ അലക്ഷ്യമായി വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ അത് നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരെയും മൃഗങ്ങളെയും മാത്രമല്ല ഭൂമിയെയും വല്ലാതെ നശിപ്പിക്കും, ദുരിതത്തിലാക്കും എന്നുള്ളത് നമുക്ക് പറയാതെ തന്നെ അറിയാവുന്ന കാര്യമാണ്. പക്ഷേ വീണ്ടും നമ്മൾ അത്തരത്തിൽ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ നേരത്തെ അടിമാലി ഗ്രാമപഞ്ചായത്ത് സീറോ വേസ്റ്റ് പഞ്ചായത്താകാനുള്ള യാത്രയിലാണ് എന്ന് പറയുമ്പോഴും ഇത് അധികൃതരുടെ മാത്രം ഉത്തരവാദിത്തമല്ല. ഇത്തരത്തിൽ നമ്മളുടെ ചുറ്റുപാടുമുള്ള പ്രദേശം
വൃത്തിയായി ക്ലീനായി സൂക്ഷിക്കുക എന്നുള്ളത് അത് നമ്മൾ ഓരോ പൗരന്മാരുടെയും ഉത്തരവാദിത്തം കൂടിയാണ്. എത്രത്തോളം ക്ലീൻ ചെയ്താലും വീണ്ടും വീണ്ടും ആ പ്രദേശങ്ങളിലെല്ലാം പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റ് മാലിന്യങ്ങളും ഒക്കെ വന്ന് കുമിഞ്ഞു കൂടുകയാണെന്ന് ആ പഞ്ചായത്ത് അധികൃതർ തന്നെ റിപ്പോർട്ടിൽ സാക്ഷ്യപ്പെടുത്തുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതെല്ലാം വൃത്തിയാക്കി വെക്കേണ്ടത് നമ്മുടെ കൂടെ ഉത്തരവാദിത്തമാണെന്ന് ഓരോ സമയവും ഓരോ നിമിഷവും നമ്മൾ വീണ്ടും വീണ്ടും ഓർക്കണം എന്നതാണ് ഇപ്പോൾ പറയാനുള്ളത്. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാം. തെരുവുനായ പേടിയിലാണ് പാലക്കാട് കുമാരനല്ലൂർ മേഖല. കൂട്ടമായി എത്തുന്ന നായ്ക്കൾ പലപ്പോഴും അക്രമകാരികളാകുന്നുണ്ട്. ഇതോടെ ജനം വലിയ ഭീതിയിലാണ്. കപ്പൂർ പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ തെരുവുനായ്ക്കൾ വിലസുകയാണ്. നായ്ക്കളെ പേടിച്ച് പുറത്തിറങ്ങാൻ മടിക്കുകയാണ് നാട്ടുകാർ. പലപ്പോഴും കുട്ടികളടക്കം ആക്രമണത്തിനിരയായി. റോഡിനോട് കുറ്റിക്കാട് നിറഞ്ഞ ഇടങ്ങളിൽ ഭക്ഷണാവശിഷ്ടം അടക്കം വലിച്ചെറിയുന്നതും നായ്ശല്യം കൂടാൻ കാരണമായി. ഓടിച്ചു വിട്ടാൽ ഇവ കൂട്ടമായി എത്തി ആക്രമിക്കുമെന്ന് നാട്ടുകാർ പറയുന്നു. നാട്ടുകാർക്കും വാഹനങ്ങൾ വരുന്നവർക്കും വളരെയധികം ബുദ്ധിമുട്ടാണ്. തെരുവുനായ്ക്കൾ രൂക്ഷമായിരിക്കുന്ന ഈ സമയത്ത് നിരന്തരം വാഹനങ്ങൾക്ക് മുന്നേ നായ്ക്കൾ ചാടിയിട്ട് അപകടങ്ങൾ പതിവാകുകയാണ്. എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ ലൈറ്റ് പഴയ രീതിയിൽ പുനഃസ്ഥാപിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മേഖലയിൽ മതിയായ തെരുവു വിളക്കുകൾ ഇല്ലാത്തതും പ്രതിസന്ധിയാണ്. നായ്ക്കൾ കുറുകെ ചാടി അപകടങ്ങളും പതിവാണ്. തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കുന്നതിന് നടപടികൾ കാര്യക്ഷമമല്ലെന്ന ആക്ഷേപം ശക്തമാണ്. ന്യൂസ് 18 പാലക്കാട്. ഇപ്പോൾ പാലക്കാട് കുമരനല്ലൂർ ഗ്രാമത്തിന്റെ ദുരിതം മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്ത് ഒട്ടുക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും എല്ലാ മേഖലയിലെയും ജനങ്ങൾ നേരിടുന്ന ഇപ്പോഴത്തെ ഒരു വലിയ ഭീഷണിയാണ് ഈ തെരുവുനായ ശല്യം എന്നുള്ളത്. ഒരുപാട് വാർത്തകളാണ് ദിവസവും നമ്മളെ തേടി ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ കുഞ്ഞ് മക്കളെ വരെ തെരുവുനായകൾ അതിക്രൂരമായി ആക്രമിക്കുന്നതിൻ്റെ വാർത്തകൾ, വെറുതെ വീടിൻ്റെ മുറ്റത്തോ സിറ്റൗട്ടിലോ ഇരിക്കുന്ന ആളുകളെ വരെ തെരുവുനായ്ക്കൾ വന്ന് ആക്രമിക്കുന്നതിൻ്റെ വാർത്തകളൊക്കെയും നമ്മൾ എല്ലാ ദിവസവും കാണുന്ന ഒരു കാഴ്ചയാണ്. പരിഹാരം കാണാമെന്ന് അധികൃതർ പറയുന്നെങ്കിലും ശാശ്വതമായ ഒരു പരിഹാരം എവിടെയും അതിനു വേണ്ടിയിട്ടുള്ള ഒരു നടപടിയിലേക്ക് കടക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇനി നമ്മൾ പോകുന്നത് മറ്റൊരു വാർത്തയിലേക്കാണ്. നമ്മൾ ഇപ്പോൾ നേരിടുന്ന ഈ തെരുവുനായ ശല്യം പോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളും നാട്ടിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളത്. ഓരോ നിമിഷവും ഈ വനാതിർത്തിയോട് ചേർന്നുള്ള മേഖലയിലുള്ള ജനങ്ങൾ മാത്രമല്ല ഇപ്പോൾ ഈ വന്യമൃഗ ഭീഷണി നേരിടുന്നത് എന്നുള്ളതാണ്. പത്തനംതിട്ടയിൽ കാട്ടുപന്നി ആക്രമണത്തിൽ വീട്ടമ്മയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരിക്കുകയാണ്. അടൂർ ഏർത്ത് സ്വദേശി സാറാമ ലാസറിനാണ് പരിക്കേറ്റത്. റോഡിലൂടെ നടന്നുപോയ സാറാമയെ കാട്ടുപന്നി ഇടിച്ചിടുകയായിരുന്നു. ഇവരുടെ തലയ്ക്കും നടുവിനും ഗുരുതരമായി പരിക്കേറ്റു. അടൂർ വയലാ സ്വദേശി സാറാമ ലാസറിനെ വീടിന് സമീപമുള്ള ചാമക്കാലപ്പടിയിൽ വെച്ചാണ് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റത്. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് തിരികെ വരുമ്പോഴായിരുന്നു ആക്രമണത്തിൽ കൈക്കും തലയ്ക്കും പരിക്കുപറ്റി. അടുത്തുള്ള പയ്യനാണ് പന്നിയെ കണ്ട പയ്യൻ. അദ്ദേഹമാണ് വന്ന് എന്നെ എടുത്തു കഴിഞ്ഞപ്പോൾ തല പൊട്ടി ചോര പോയി. ഇപ്പൊ 4 കുത്തിക്കെട്ടുണ്ട് തലയ്ക്ക്. പിന്നെ വാരിയലിന് ചെറിയ പൊട്ടലുണ്ടെന്ന് പറഞ്ഞു ബെൽറ്റ് ഇടാനായിട്ട് വാങ്ങിക്കാൻ പോയതാ. എന്റെ ഏണിനാണ് വന്ന് കുത്തിയത്. ഏണിന് ചില പ്രശ്നങ്ങളുണ്ട്, വേദനയാണ്. പ്രദേശത്ത് കാട്ടുപന്നി ശല്യം രൂക്ഷമായതോടെ പകൽ സമയങ്ങളിൽ പോലും വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ്. കാർഷിക വിളകൾ നശിപ്പിക്കുന്ന കാട്ടുപന്നിക്കൂട്ടം മനുഷ്യരെയും ഇപ്പോൾ ആക്രമിക്കുന്നു. അനുദിനം വർദ്ധിക്കുന്ന കാട്ടുപന്നികളെ പിടികൂടാൻ അടിയന്തര നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 പത്തനംതിട്ട. അതാണ് ഈ വനാതിർത്തിയോട് ചേർന്നുള്ള മേഖലയിൽ മാത്രമല്ല ഇത്തരത്തിൽ വന്യജീവികളുടെ ആക്രമണം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ അടൂർ ഏറത്ത് മേഖല എന്നൊക്കെ പറയുന്നത് ഈ വനാതിർത്തിയോട് ചേർന്നുള്ള മേഖലയിലൊന്നുമല്ല. നടന്നു പോകുന്ന സ്ത്രീയാണ് ഇത്തരത്തിൽ കാട്ടുപന്നി വന്ന് ഇടിച്ചിട്ട് അവർക്ക് എത്രത്തോളം ഗുരുതരമായ പരുക്കാണ് സംഭവിച്ചിട്ടുള്ളത്. ഇനി അടുത്തൊരു വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്ന് മാർച്ച് 22 ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇന്ന് ലോക ജലദിനമാണ്. ഈ ജലദിനം ആചരിക്കുന്നത് തന്നെ നമുക്കറിയാം ജലത്തിന് പ്രാധാന്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ദൈനംദിന ജീവിതം അല്ലെങ്കിൽ നമ്മൾ നിലനിൽക്കുന്നത് തന്നെ ജലം കൊണ്ടാണ്. അത് ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല അതിൻ്റെ മൂല്യം എത്രയാണ്, അതിൻ്റെ പ്രാധാന്യം എത്രയാണ് എന്നുള്ളത്. പക്ഷേ നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ നമ്മൾ എത്രത്തോളം വലിയ ജല ദൗർലഭ്യമുള്ള ഒരു കാലത്തിലേക്കാണ് നടന്നടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഏപ്രിൽ പോലും ആയിട്ടില്ല, അതിനു മുമ്പ് തന്നെ കുടിവെള്ളക്ഷാമം സംസ്ഥാനത്ത് ഒട്ടുക്കെ എല്ലാ മേഖലയിലെയും ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നിരവധി വാർത്തകളാണ് പല മേഖലയിൽ നിന്ന് അത്തരത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നിതാ മൂന്നാർ ഇക്കാനഗർ മേഖലയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാണ് എന്നുള്ളതാണ് വാർത്ത. കടുത്ത വേനലിൽ വെള്ളം കിട്ടാതായതോടെ ബദൽ സംവിധാനം ഒരുക്കണമെന്ന ആവശ്യവും ശക്തമായിരിക്കുകയാണ്. വേനൽ കടുത്തതോടെ നാടാകെ ജലക്ഷാമവും രൂക്ഷമായി.
മൂന്നാർ, ഇക്കാനഗർ മേഖലയിലും സ്ഥിതി വ്യത്യസ്തമല്ല. ശുദ്ധജലത്തിനായി ജനം നെട്ടോട്ടമോടുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിച്ച പൊതുജല സ്രോതസ്സിൽ നിന്നാണ് ഇവിടേക്ക് വെള്ളമെത്തിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ എല്ലാവർക്കും മതിയായ രീതിയിൽ വെള്ളം കിട്ടുന്നില്ലെന്നാണ് പരാതി. ஒரு வீட்டுக்கு அந்த வீட்டுல எல்லாம் 5 பேர் குளிக்கணும் வைக்கணும், அது தண்ணி இருக்கா போகிறதுக்கு? தண்ணி மழை வந்தா அங்கே பெரிய கிடக்கு. அப்ப இந்த தண்ணி பெரிய கிடக்கு, இதை ஒரு உதவி செய்ய வேண்டாமா? நாங்க கச்சராவுக்கு போறோமா சண்டைக்கு? இல்லைன்னா அந்த புள்ள போக முடியுமா மேல டாங்கிக்கு? இல்லைன்னா அந்த கிழவி போக முடியுமா? அந்த கிழவர் போக முடியுமா? அவங்களா போய் போட்டுக்கிடுதாங்க, அவங்களா பிடிச்சுக்கிடுதாங்க. எங்களுக்கு தண்ணியே கிடைக்கல, அதுக்குள்ள வசதியை பார்த்து கொடுங்க. പൊതു കുടിവെള്ള സ്രോതസ്സിൽ നിന്നും വെള്ളമെടുക്കുന്നതിന് ചെറിയ തുകയും കുടുംബങ്ങളിൽ നിന്നും ഈടാക്കുന്നുണ്ട്. കുടിവെള്ള വിതരണം ക്രമീകരിക്കുന്നതിനായി ഒരു ജീവനക്കാരനെയും നിയമിച്ചിട്ടുണ്ട്. കുടിവെള്ളം കൃത്യമായി ലഭ്യമാക്കാത്ത സാഹചര്യത്തിൽ ബദൽ സംവിധാനം ഒരുക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 മൂന്നാർ. വോളിബോൾ കളികളിൽ വിസിൽ മുഴക്കി ആവേശം നിറയ്ക്കുന്ന ഒരു ഇടുക്കിക്കാരനുണ്ട്. നെടുങ്കണ്ടം ബാലഗ്രാമം സ്വദേശിയായ പനാമ തോമസ് എന്ന KT തോമസ്. 4 പതിറ്റാണ്ടിലധികമായി വോളിബോൾ മത്സരങ്ങൾ നിയന്ത്രിക്കുന്നത് ഇദ്ദേഹമാണ്. 42 വർഷമായി വോളിബോൾ മത്സരക്കളത്തിൽ തോമസ് ഉണ്ട്. ഫൗളുകളും ടച്ചും ക്രോസും ബ്ലോക്ക് ഔട്ടുകളും എല്ലാം നിരീക്ഷിച്ച് വിസിലടിച്ച് മത്സരം നിയന്ത്രിക്കുകയാണ് പനാമ തോമസ്. വിസിൽ മുഴക്കി കളിക്കളത്തിൽ നിറയുന്ന ഈ റഫറി കേരളത്തിലെ മിക്ക വോളിബോൾ ആരാധകർക്കും പരിചിതനാണ്. ചെറുപ്പം മുതൽ കുഞ്ചിത്തണ്ണി എല്ലക്കല്ലിലെ പള്ളി മൈതാനത്ത് നിന്നും തട്ടി തുടങ്ങിയതാണ് വോളിബോൾ. 68-ാം വയസ്സിലും തോമസിന്റെ വോളിബോൾ ആവേശത്തിന് തെല്ലും കുറവില്ല. ജീപ്പ് ഡ്രൈവറായി ജോലി നോക്കിയിരുന്ന കാലത്ത് നിരവധി ടൂർണമെന്റുകളിൽ പങ്കെടുത്തിരുന്നു. 1983-ലാണ് റഫറി ടെസ്റ്റ് പാസ്സായി കേരള വോളിബോൾ അസോസിയേഷൻ റഫറിയായി സേവനം തുടങ്ങിയത്. ഇപ്പോൾ നാഷണൽ റഫറി പാനലിംഗ് അംഗമാണ്. 85 മുതൽ ഞാൻ വോളിബോൾ റഫർ ചെയ്യാൻ തുടങ്ങി, പിള്ളേരെ പഠിപ്പിക്കാനും തുടങ്ങി. അപ്പം ഏതാണ്ട് ഒരു നിലവിൽ ഇപ്പോൾ ഒരു 8-9,000 പിള്ളേരെ ഈ സമയം കൊണ്ട് ഇത്രയും വർഷം കൊണ്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അതിന് പുറമെ റഫറിംഗ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും പോയി റഫർ ചെയ്യുകയും ഇതുവരെ മറ്റ് കോംപ്ലിക്കേറ്റഡുള്ള വിഷയങ്ങളൊന്നുമില്ലാതെ നല്ല രീതിയിൽ ദൈവം സഹായിച്ച് ചെയ്യാനുള്ളൊരു അവസരം എനിക്കുണ്ടായിട്ടുണ്ട്. ചില സ്വകാര്യ സ്കൂളുകളിൽ പരിശീലനവും അവധിക്കാലത്ത് കുട്ടികൾക്ക് കോച്ചിംഗ് ക്യാമ്പുകളും നൽകുന്നുണ്ട്. ഓട്ടോറിക്ഷ ഡ്രൈവർ കൂടിയാണ് പനാമ തോമസ്. ന്യൂസ് 18 ഇടുക്കി. നമുക്കൊരു കാര്യത്തോട് അമിതമായ പാഷൻ ഉണ്ടെങ്കിൽ പ്രായമൊക്കെ വെറും നമ്പറാണ് എന്ന് തെളിയിക്കുകയാണ് പനാമ തോമസ് ചേട്ടൻ. എന്തായാലും ഇനി നമ്മളൊരു ഇഫ്താർ കാലമാണല്ലോ, ഒരു ഇഫ്താർ വിശേഷത്തിലേക്കാണ് പോകുന്നത്. സംസ്ഥാനത്ത് ലഹരി ഉപയോഗവും അക്രമവും വർദ്ധിച്ചു വരികയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പട്ടാമ്പിയിൽ ലഹരിയും വേണ്ട ലഹളയും വേണ്ട എന്ന സന്ദേശം ഉയർത്തിയാണ് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചത്. പട്ടാമ്പി മത്സ്യ മാർക്കറ്റിലെ തൊഴിലാളികളുടെ നേതൃത്വത്തിലാണ് ഇഫ്താർ സംഗമവും സമൂഹ നോമ്പുതുറയും സംഘടിപ്പിച്ചത്. ലഹരിയും വേണ്ട ലഹളയും വേണ്ട എന്ന സന്ദേശം ഉയർത്തിയായിരുന്നു ഇഫ്താർ സംഗമം. നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, വൈസ് ചെയർമാൻ TP ഷാജി തുടങ്ങിയ ജനപ്രതിനിധികളും സമൂഹത്തിലെ നാനാ തുറകളിലുള്ളവരും ഇഫ്താർ സംഗമത്തിൽ പങ്കുചേർന്നു. ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരം കൂടിച്ചേരലുകളിലൂടെ ഒരു വലിയ സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത്. അതിന് നേതൃത്വം നൽകിയിട്ടുള്ള എല്ലാവരെയും ആത്മാർത്ഥമായി അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. മാർക്കറ്റിലെ തൊഴിലാളികൾ സംഘടിപ്പിച്ച ഈ ഇഫ്താർ വിരുന്ന് ഒരു ജാതിയുടെയോ മതത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ അതിവരമ്പുകളില്ലാതെ എല്ലാവരെയും വിളിച്ചു ചേർത്തുകൊണ്ടാണ് ഇന്നത്തെ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇത് സംഘടിപ്പിച്ച അതിനെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേരുകയാണ്. ഇഫ്താർ സംഗമത്തിന് ശേഷം നടന്ന സമൂഹ നോമ്പുതുറയിലും നിരവധി പേർ പങ്കെടുത്തു. പട്ടാമ്പി മത്സ്യ മാർക്കറ്റിലെ തൊഴിലാളികളുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. ന്യൂസ് 18 പട്ടാമ്പി. തെയ്യരൂപങ്ങളും അലങ്കാര വസ്തുക്കളും നിർമ്മിക്കുന്നതിൽ വിദഗ്ധനാണ് കാസർഗോഡ് സ്വദേശി പവിത്രൻ. ഇക്കുറി ഇഷ്ടദേവതയായ പടക്കത്തി ഭഗവതിയുടെ രൂപം നിർമ്മിച്ച് ക്ഷേത്രത്തിൽ സമർപ്പിച്ചിരിക്കുകയാണ് ഈ കലാകാരൻ. ആചാരപൂർവമായിരുന്നു നാലപ്പാടം കുന്നത് തറവാട്ടിൽ കളിയാട്ട മഹോത്സവം നടന്നത്. ധർമ്മദേവമായ പടക്കത്തി ഭഗവതി തെയ്യം ഭക്തർക്ക് ദർശനം നൽകുന്ന വേളയിലാണ് തെയ്യരൂപം ഇഷ്ടദേവതയ്ക്ക് സമർപ്പിച്ചത്. കളിയാട്ടത്തിനെത്തിയവർക്കിത് വേറിട്ട കാഴ്ചയായി. ഇടവേളകളാണ് ഇത്തരം കലാരൂപങ്ങൾ നിർമ്മിക്കാൻ തിരഞ്ഞെടുക്കുന്നത്.
ആദ്യമായാണ് നിർമ്മിച്ച ദേവീരൂപം ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നത്. ഇതിൽ സന്തോഷമെന്നും പവിത്രൻ. കുറച്ച് തെയ്യത്തിന്റെ സാധനമെല്ലാം ചെയ്തിട്ടുണ്ട് ആ വീട്ടിൽ. പിന്നെ മുമ്പ് ഫോണില്ലാത്തോണ്ട് ഫോട്ടോ ഒന്നും എടുക്കാൻ കഴിഞ്ഞാൽ തെയ്യം കുറച്ചാക്കിനി. സാധനം ഞാൻ ഫാൻസിന്ന് മേടിക്കുന്നു, പയ്യന്നൂരിന്ന് മേടിക്കുന്നു, കാസർഗോഡ് അതിന്റെ നൂലെല്ലാം. വിവിധ വസ്തുക്കൾ ഉപയോഗിച്ച നിരവധി തെയ്യരൂപങ്ങളും കലാരൂപങ്ങളും നിർമ്മിച്ചിട്ടുണ്ട് പവിത്രൻ. വുഡ് കാർവിംഗ്, മെക്കാനിക്കൽ മേഖലയിലാണ് ജോലി ചെയ്യുന്നത്. ന്യൂസ് 18 കാസർഗോഡ്.